ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മളിതാ പുതിയൊരു വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് നമ്മളെല്ലാം റെഡിയാവുന്നു. മക്കളുണ്ട്, ഉണ്ട്, ഞാനുണ്ട്, നമ്മളെല്ലാവരും കൂടി ഇക്കയുടെ റിലേറ്റീവ്സിൻ്റെ ആണ്. അപ്പം ഇക്കയുടെ ഫാമിലിയിലുള്ളതാണ്. അപ്പം ആ എൻഗേജ്മെൻറ്റ്, അപ്പോൾ അങ്ങനെ അതിന് പോകാനായിട്ടൊക്കെ നമ്മളിതാ റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഗെയ്സ് നമ്മളിതാ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ട്രിവാൻഡ്രം കല്ലറ നഫസിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ്. ഇപ്പം അടിപൊളി ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവരും എന്താ വരുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൊത്തത്തിൽ അത് സൗണ്ട് ഇടാത്തതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പം സോങ് പാട്ടിട്ടേക്കുന്നത്, അപ്പം അത് നമ്മൾ ഫുള്ള് ഇതായിട്ട് ഇടുമ്പോഴത്തേക്കും കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളെ വീഡിയോ കാണാം. ഓക്കെ, എൻഗേജ്മെൻറ്റ് വീഡിയോ. ഓക്കെ. അങ്ങനെ ഗെയ്സ് എൻഗേജ്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പം അടിപൊളി എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വെഡ്ഡിങ് ഫംഗ്ഷനാണെന്ന്. വെഡ്ഡിങ് ഫംഗ്ഷനല്ല, എൻഗേജ്മെൻറ്റാണ്. പിന്നെ ഇതിൽ ഞാൻ വീണ്ടും പറയുകയാണ്, പാട്ടിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ട്യൂൺ ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ ഇതാ പയ്യൻ്റെ വീട്ടുകാർ കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, ഗോൾഡ്. അപ്പം വള, മാല, അങ്ങനെ കുറേ ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ കണ്ട് മിണ്ടി സംസാരിച്ച്. അപ്പം അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പയ്യൻ്റെ ഉമ്മയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് അവരാണ് ഇട്ട് കൊടുക്കുന്നത് ഗിഫ്റ്റ്. അപ്പം അത് പയ്യൻ്റെ വീട്ടുകാരാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത് മൊത്തം. അപ്പം ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ.
എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിയാറായി. അപ്പം നമ്മളത് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് അപ്പം ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളിതാ കല്ലറ വഴിയാണ് വരുന്നത്. അപ്പോൾ ഇത് കല്ലറ നഫസിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതാ കല്ലറ വഴി നമ്മളിങ്ങനെ വരുന്നുണ്ട്, വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ ഗേസ് നമ്മളിതാ എൻഗേജ്മെൻറ്റിനൊക്കെ പോയിട്ട് വന്ന് ഇനി അടുത്തൊരു ട്രിപ്പ് പോകാനായിട്ടിരിക്കുകയാണ്. അതായത് കൊല്ലം അസർമ മൈതാനത്ത്. അപ്പോൾ അവിടെ മേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അങ്ങനെ ഗേസ് നിജാസിൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇതാ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ കൊല്ലം അസ്രമ മൈതാനത്ത് ചെന്നിട്ട് ബാക്കി അവിടെയുള്ള വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ ബൈ.